വാർത്തകൾ വിശദമായി. കസ്റ്റംസ് ചോദ്യം ചെയ്യലിന് ഹാജരായ മന്ത്രി കെ.ടി. ജലീൽ മടങ്ങി. അനുമതിയില്ലാതെ നയതന്ത്ര ബാഗേജ് വഴി ഖുറാൻ എത്തിച്ച കേസിൽ 6.5 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം മുറുകാത്ത കുരുക്ക് മുറുകി വെറുതെ സമയം കളയേണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. NIA-യുടെയും ED-യുടെയും ചോദ്യം ചെയ്യലിന് രഹസ്യമായി എത്തിയ മന്ത്രി കസ്റ്റംസിന് മുന്നിലേക്ക് ഔദ്യോഗിക പരിവേഷത്തിലാണ് വന്നത്. രാവിലെ 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥന് കോവിഡ് ബാധിച്ചതുമൂലം കസ്റ്റംസ് ഓഫീസ് അണുനശീകരണം ചെയ്യേണ്ടി വന്നതിനാൽ 2 മണിക്കൂർ വൈകിയാണ് എത്തിയത്. UAE-യിൽ നിന്ന് നയതന്ത്ര പാഴ്സലായി എത്തിയ ഖുറാൻ ചട്ടങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന കേസിൽ മൊഴിയെടുക്കുന്നതിനൊപ്പം കോൺസുൽ വഴിയുള്ള ഈന്തപ്പഴ വിതരണം, മന്ത്രിയുടെ മണ്ഡലത്തിലെ റമദാൻ കിറ്റ് വിതരണം എന്നിവയിലും വിശദീകരണം തേടിയതായാണ് വിവരം. നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. മന്ത്രിയുടെ മൊഴി പരിശോധനയ്ക്ക് ശേഷം വീണ്ടും വിളിച്ചു വരുത്തണമോ എന്ന് കസ്റ്റംസ് തീരുമാനിക്കും. അതേസമയം മുറുകാത്ത കുരുക്ക് മുറുക്കി വെറുതെ സമയം കളയേണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി മൊഴിയെടുക്കാൻ കസ്റ്റംസ് വിളിച്ചതുകൊണ്ടാണ് ഔദ്യോഗികമായി തന്നെ കസ്റ്റംസ് ഓഫീസിലെത്തിയതെന്നും NIA-യും ED-യും മൊഴിയെടുക്കാൻ വിളിച്ചത് രഹസ്യമായതിനാലാണ് അങ്ങനെ പോയതെന്നും മന്ത്രി വ്യക്തമാക്കി. കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയെന്നും 1000 ഏജൻസികൾ 10,000 കൊല്ലം തപസ്സിരുന്ന് അന്വേഷിച്ചാലും സ്വർണ്ണക്കടത്തിലോ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിലോ താൻ പെടില്ലെന്നും തന്റെ കഴുത്തിൽ കുരുക്കുമുറുക്കുന്നവർ കുഴയുകയോ കയർ പൊട്ടുകയോ ചെയ്യുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് അഹങ്കാരമോ വെല്ലുവിളിയോ അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ള മനോധൈര്യമാണെന്നും മന്ത്രി കെ.ടി. ജലീൽ ചോദ്യം ചെയ്യലിനു ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 കൊച്ചി. മന്ത്രി കെ.ടി. ജലീലിന്റെ PhD പ്രബന്ധം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് നൽകിയത്. പരാതി പരിശോധിക്കാൻ കേരള സർവകലാശാല VC-ക്ക് കൈമാറി. മലബാർ ലഹളയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പങ്കിനെക്കുറിച്ചായിരുന്നു ജലീലിന്റെ പ്രബന്ധം. മലബാർ ലഹളയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പങ്കിനെ അധികരിച്ച് തയ്യാറാക്കി സമർപ്പിച്ച ഗവേഷണ പ്രബന്ധത്തിനാണ് ജലീൽ കേരള സർവകലാശാലയിൽ നിന്ന് 2006-ൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത്. പ്രബന്ധത്തിൽ ഗവേഷകന്റേതായി മൗലികമായ സംഭാവനകൾ ഇല്ലെന്നും അക്കാദമിക് വിദഗ്ധരുടെ പാനലിനെക്കൊണ്ട് ഇത് പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമാക്കണമെന്നുമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആവശ്യം. ഗവേഷണ ഫലം സാധൂകരിക്കാൻ ജലീൽ ഉപയോഗിച്ചിട്ടുള്ള ഉദ്ധരണികൾ പലതും വിഷയവുമായി ബന്ധമില്ലാത്തതാണെന്ന് പരാതിയിൽ പറയുന്നു. ഡോക്ടർ രാമചന്ദ്രൻ നായർ VC ആയപ്പോൾ ജലീലിന്റെ റദ്ദാക്കിയ രജിസ്ട്രേഷൻ വീണ്ടും അനുവദിച്ചു. സിൻഡിക്കേറ്റ് നിലവിലില്ലാതിരുന്നപ്പോൾ മൂല്യനിർണ്ണയം നടത്തി ഡോക്ടറേറ്റ് നൽകിയത് ദുരൂഹമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ഈ പ്രബന്ധം ഒന്നുകൂടി പരിശോധിക്കണമെന്നും ഇതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. ഗവർണർ ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രബന്ധങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട UGC-യുടെ പൊതുസൈറ്റിൽ ജലീലിന്റെ പ്രബന്ധം ലഭ്യമല്ല. വിവരാവകാശ നിയമപ്രകാരമാണ് കേരള സർവകലാശാലയിൽ നിന്ന് പ്രബന്ധത്തിന്റെ പകർപ്പ് ലഭ്യമായത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും മുൻനിര നേതാക്കളായിരുന്നവരെക്കുറിച്ച് പുതിയതായി ഒന്നും ഗവേഷണത്തിലില്ല. പ്രബന്ധത്തിൽ 302 ഖണ്ഡികകളിലായി 622 ഉദ്ധരണികളാണുള്ളത്. അതിൽ നിന്ന് ഗവേഷകൻ സ്വന്തമായി എന്താണ് സമർത്ഥിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ 5 പേരെ കൂടി NIA പ്രതി ചേർത്തു. ഇതിൽ വിദേശത്തുള്ള 4 പേരെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടി. മലപ്പുറം വേങ്ങര സ്വദേശി അബ്ദുൾ ലത്തീഫ്, മലപ്പുറം സ്വദേശി നസറുദ്ദീൻ ഷാ, പുല്ലറ സ്വദേശി റംസാൻ പറഞ്ചേരി, കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരാണ് വിദേശത്തുള്ളത്. മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അസ്ലമിനെ NIA ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ അക്കൗണ്ടന്റ് ഖാലിദ് മുഹമ്മദിന് നയതന്ത്ര പരിരക്ഷയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇക്കാര്യം മന്ത്രാലയം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയെ അറിയിച്ചു. ലൈഫ് മിഷൻ ഇടപാടിൽ ലഭിച്ച കമ്മീഷൻ തുക ഡോളറാക്കി UAE-യിലേക്ക് കടത്തിയ കേസിൽ ഖാലിദിനെ പ്രതിയാക്കാൻ കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ED-ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അയച്ചു. കോവിഡ് പോസിറ്റീവാണെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാണ് നൽകിയത്. നെഗറ്റീവായാൽ ഉടൻ ചോദ്യം ചെയ്യലിന് എത്താമെന്ന് രേഖാബലം ഉറപ്പും നൽകി. ശ്രീനാഥ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ നെഗറ്റീവായാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാമോ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ?
ജോയിനാർ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനോട് കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ എത്താനായി ED നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എത്തിയിരുന്നില്ല. എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചില്ല എന്നുള്ളത് വലിയ വിവാദമായിരുന്നു. EDക്ക് ഇത്തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് ED നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ EDക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആണെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് ആയാൽ ഉടനെ എത്താമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട്. CM രവീന്ദ്രനെയും അതേപോലെ ശിവശങ്കറേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു EDയുടെ പദ്ധതി. പക്ഷേ 11-ാം തീയതി ശിവശങ്കറിനെ തിരികെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇനി സംഭവ്യമല്ല. എന്നാൽ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നൊരു നിലപാടിലാണ് ED ഉള്ളത്. അതുകൊണ്ട് തന്നെ കോവിഡ് നെഗറ്റീവ് ആയാൽ ഉടൻ തന്നെ CM രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി, വിവരങ്ങൾ നൽകിയത് N ശ്രീനാഥ്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബുധനാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കാം. ഇതിനിടയിൽ കമറുദ്ദീനെതിരെ 2 കേസുകൾ കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്തു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെ 2 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തോട് ഒന്നുമില്ലെന്ന് കോടതിയിൽ കമറുദ്ദീന്റെ മറുപടി. കസ്റ്റഡി കാലാവധി ചുരുക്കണമെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ 2 ദിവസത്തെ കസ്റ്റഡി അനിവാര്യമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കേസ് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയെന്നായിരുന്നു കമറുദ്ദീന്റെ അഭിഭാഷകന്റെ വാദം. പൊതുപ്രവർത്തകനെ ബാധിക്കുന്ന 409-ാം വകുപ്പ് ജനപ്രതിനിധിയായ കമറുദ്ദീനെതിരെ നിലനിൽക്കില്ലെന്നും ക്രിമിനൽ വിശ്വാസവഞ്ചന നടന്നിട്ടില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷ കസ്റ്റഡി തീരുന്ന ബുധനാഴ്ച പരിഗണിക്കും. ഇതിനിടെ ഫാഷൻ ഗോൾഡ് MD പൂക്കോയ തങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ന് കമറുദ്ദീനെതിരെ 2 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തതോടെ ആകെ കേസുകളുടെ എണ്ണം 118ആയി. ന്യൂസ് 18 കാസർഗോഡ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ KM ഷാജി MLAക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് SP-യോട് ആവശ്യപ്പെട്ടത്. സ്വർണ്ണക്കടത്ത് ഹവാല കേസ് പ്രതികളുമായുള്ള ഷാജിയുടെ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് INL നേതാവ് NK അബ്ദുൾ അസീസ് EDക്ക് പരാതി നൽകി. അഭിഭാഷകനായ MR ഹരീഷ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് വിജിലൻസ് ജഡ്ജി KV ജയകുമാറിന്റെ ഉത്തരവ്. MLA എന്ന നിലയിൽ നേടാവുന്നതിന്റെ 4 ഇരട്ടിയിലെങ്കിലും അധികം പണം ഷാജി കോഴിക്കോട് മാലൂർക്കുന്നിലെ വീടിന് മാത്രം ചെലവഴിച്ചെന്ന് ഹർജിയിൽ പറയുന്നു. കൂടാതെ വയനാട്ടിലെ ഭൂമി ഇടപാട്, ബിനാമി ഇടപാടുകൾ, വിദേശയാത്രകൾ എന്നിവയും അന്വേഷിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. നിലവിൽ ശമ്പളമില്ലാത്ത MLA എന്ന നിലയിൽ തുടരുമ്പോഴും ഷാജിയുടെ സ്വത്ത് വർദ്ധിക്കുകയാണ്. ഇതെങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് SP-യോട് കോടതി ആവശ്യപ്പെട്ടത്. അഴീക്കോട് +2 കോഴ ആരോപണം വിജിലൻസ് കണ്ണൂർ യൂണിറ്റ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഭാര്യ KM ആശയുടെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുകയാണ്. അഴീക്കോട് സ്കൂളിൽ +2 അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണമുണ്ടായ കാലത്താണ് ആശയുടെ പേരിൽ KM ഷാജി 3 നില വീട് നിർമ്മിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ബാങ്ക് ഇടപാടുകളും ED കോഴിക്കോട് സബ് സോണൽ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടവും ED തേടിയിട്ടുണ്ട്. കോഴ വാങ്ങിയെന്ന പരാതിയിൽ KM ഷാജി MLA ED നാളെ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കോഴിക്കോട്. MLA KM ഷാജിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് TT ഇസ്മായിലിനെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ മുൻപത്തെ മൊഴിയിൽ വ്യക്തത തേടാനാണ് തന്നെ ED സംഘം വിളിപ്പിച്ചതെന്ന് TT ഇസ്മായിൽ പ്രതികരിച്ചു. തന്നെ വിളിപ്പിച്ചതിന് KM ഷാജിയുടെ ഭാര്യ ആശയുടെ മൊഴിയെടുപ്പുമായി ബന്ധമുണ്ടോ എന്ന് അറിയില്ല. ആശയുമായി ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തിട്ടില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു, അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രം വന്നതാണ്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനോ അതാണോ? അല്ല, അതൊന്നുമല്ല. അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതാണല്ലോ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഷാജിയുമായി കണക്റ്റഡ് ആണ് വിഷയം. അത് ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നെ വിളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ അതിന്റെ വ്യക്തമായ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആയിരിക്കാം, പക്ഷെ എന്നോട് അങ്ങനെ ഇന്ററോഗേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ബിനീഷ് കോടിയേരി കസ്റ്റഡിയിൽ പാർപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാറ്റിയത് ഫോൺ ഉപയോഗത്തെ തുടർന്നെന്ന് സൂചന. വിൽസൺ ഗാർഡൻ സ്റ്റേഷനിൽ നിന്ന് കബൺ പാർക്ക് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത്. പോലീസുകാരുടെ ഫോൺ ഉപയോഗിച്ച് നാട്ടിൽ പലരെയും ബിനീഷ് വിളിച്ചുവെന്ന സൂചനയെ തുടർന്നാണ് EDയുടെ ഈ നീക്കം. ബിനീഷിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കമ്പനികളെക്കുറിച്ചായിരുന്നു 11-ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ. കിരൺ ബാബുവിന്റെ റിപ്പോർട്ട്.
ബിനീഷ് കോടിയേരിയെ ഇതുവരെ താമസിപ്പിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനാണ്. അവിടെ നിന്ന് കബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ED മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ രാത്രികാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കുകയും രാവിലെ 8:08 EDയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വൈകുന്നേരം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുവിടുകയുമാണ് ചെയ്തിരുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ രാത്രികാലങ്ങളിൽ ബിനീഷ് ഉണ്ടായിരുന്ന സമയത്ത് ചില പോലീസുകാരുടെ സഹായത്തോടുകൂടി നാട്ടിൽ ചിലരുമായി ബിനീഷ് ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള ഒരു സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ ED പോലീസ് സ്റ്റേഷൻ മാറ്റാൻ തയ്യാറായിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായും ഉയർന്നത് ബിനീഷിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 3 കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ്. ഈ കമ്പനികൾ ഇപ്പോൾ ഡയറക്ടർ സ്ഥാനത്ത് ബിനീഷ് ഇല്ല എന്ന വാദമാണ് ഉയർത്തിയെങ്കിലും ഈ കമ്പനികൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ ഇത് കടലാസ് കമ്പനി മാത്രമാണെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച കമ്പനികൾ ആണ് എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ ED ഉള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ബാങ്ക് രേഖകളടക്കമുള്ള അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ED റെയ്ഡിൽ ബിനീഷ് കോടിയേരിയുടെ മകൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചെന്ന പരാതിയിൽ തുടർ നടപടിയില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. പരാതി അന്ന് തന്നെ തീർപ്പാക്കിയതാണ്. കുട്ടിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിട്ടില്ലെന്നും കമ്മീഷൻ അംഗം K. നസീർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത സൂചിപ്പിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് തള്ളി പോലീസ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് തീപിടുത്തത്തിന് കാരണമെന്നും മദ്യക്കുപ്പികളിൽ നിന്ന് തീ പടർന്നിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത വിശദമാക്കുന്ന ഗ്രാഫിക്സ് വീഡിയോയും പോലീസ് പുറത്തിറക്കി. ഫോറൻസിക് വിഭാഗം കോടതിയിൽ സമർപ്പിച്ച 2ാമത്തെ റിപ്പോർട്ടിലും ഷോർട്ട് സർക്യൂട്ട് സാധ്യത തള്ളിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കാണിക്കുന്ന തിടുക്കം അട്ടിമറി സംശയം ബലപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തീപിടുത്തത്തിന് പിന്നിലെ സത്യം മൂടിവെക്കാനും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുമാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് സംശയിക്കണം. ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. 3070 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 409 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 22 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1714 ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലാണ്. 548 പേർക്കാണ് രോഗം. കോഴിക്കോട്ട് 479 പേർക്കും എറണാകുളത്ത് 433 പേർക്കും വൈറസ് ബാധയുണ്ടായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വിദഗ്ധ ചികിത്സ നൽകുന്നതിനായാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് രാജ്ഭവൻ അറിയിച്ചു. ഇത്തവണത്തെ വിമൺ ഓഫ് ദി ഇയറായി ആരോഗ്യമന്ത്രി KK ശൈലജയെ തെരഞ്ഞെടുത്ത് പ്രമുഖ ഫാഷൻ മാസികയായ വോഗ്. ലോകത്തെ കോവിഡ് സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്ന ചുരുക്കം സ്ത്രീകളിൽ ഒരാളെന്നാണ് മാസിക ആരോഗ്യമന്ത്രിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആദ്യം നിപയെയും ഇപ്പോൾ കോവിഡിനെയും വിദഗ്ധമായി പ്രതിരോധിക്കുകയാണ് KK ശൈലജയെന്നും വോഗ് മാസിക പരാമർശിക്കുന്നു. ബീഹാറിൽ വിധി നാളെ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കരുക്കൾ നീക്കി രാഷ്ട്രീയ പാർട്ടികൾ. കുതിരക്കച്ചവടം മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥികളെ ഹോട്ടലിലേക്ക് മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചു. തേജസ്വി യാദവിന് ജന്മദിനാശംസകൾ നേർന്ന ചിരാഗ് പാസ്വാന്റെ നീക്കവും ആർക്കും മനസ്സിലാക്കാൻ ആകുന്നില്ല. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയും ബീഹാറിന്റെ മനമറിയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. കുതിരക്കച്ചവടം മുന്നിൽ കണ്ട് അതിന് തടയിടാൻ കോൺഗ്രസ് നീക്കം ആരംഭിച്ചു. ജയിക്കുന്നവർ മറുകണ്ഠം ചാടുന്നത് തടയാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. വോട്ടെണ്ണൽ ദിനമായ നാളെ പട്നയിലെ ഹോട്ടലിൽ എത്താൻ എല്ലാ സ്ഥാനാർത്ഥികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫലമറിഞ്ഞാൽ ജയിക്കുന്നവരെ രാജസ്ഥാനിലേക്കോ പഞ്ചാബിലേക്കോ മാറ്റിയേക്കും. കോൺഗ്രസ് നിരീക്ഷകരായ രൺദീപ് സുർജേവാലയും അവിനാശ് പാണ്ഡെയും സംസ്ഥാനത്ത് തുടരും. ഫലം എന്തായാലും സംയമനം പാലിക്കണമെന്ന് പ്രവർത്തകരോട് RJD ആവശ്യപ്പെട്ടു. അതിരുകടന്ന ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോകരുതെന്നും എതിർചേരിയിലെ പ്രവർത്തകരോട് മാന്യമായി പെരുമാറണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളിയായ തേജസ്വി യാദവിനെ ഫോണിൽ വിളിച്ച് LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ജന്മദിനാശംസകൾ അറിയിച്ചു. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് NDA.
2015 എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പാടെ തെറ്റിയതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. തോൽവിയുണ്ടായാൽ നിതീഷ് കുമാറിന്റെ ഭരണപരാജയമായി ഉയർത്തിക്കാണിക്കാനായിരിക്കും BJP ദേശീയ നേതൃത്വം ശ്രമിക്കുക. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 4ാം വട്ടവും ബീഹാർ നിതീഷിനെ തുണയ്ക്കുമോ? തേജസ്വി ബീഹാറിന്റെ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകുമോ? ചിരാഗ് പാസ്വാൻ NDAയുടെ വോട്ട് പിളർത്തുമോ? ബീഹാർ വോട്ടെണ്ണലിന്റെ ഓരോ ചലനവും അതേ നിമിഷം പ്രേക്ഷകരിലേക്ക്. ബീഹാർ വിധി നാളെ രാവിലെ 7 മണി മുതൽ. നാട്ടിലെങ്ങും ഓട്ടങ്കം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 9 സീറ്റുകൾ ജോസഫ് വിഭാഗത്തിന് നൽകാൻ UDF ധാരണ. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച 2 സീറ്റുകൾ ജോസഫ് വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകും. മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെട്ടതിനാൽ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന ധാരണയായിട്ടില്ല. ഏറെ തർക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ UDFൽ സീറ്റ് ധാരണയായി. 9 സീറ്റിൽ ജോസഫ് വിഭാഗം മത്സരിക്കും. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച 11 സീറ്റിൽ 2 എണ്ണം കോൺഗ്രസിന് വിട്ടു നൽകും. കടുത്തുരുത്തിയും പൂഞ്ഞാറുമാണ് വിട്ടു നൽകുന്നത്. നിയോജക മണ്ഡലത്തിലെ എല്ലാ സീറ്റും കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കണോ വേണ്ട എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ജനാധിപത്യപരമായി കോൺഗ്രസിനെ കൂടി ഉൾക്കൊണ്ടു പോകുന്ന ഒരു നിലപാട് മൊത്തത്തിൽ മുന്നണിക്ക് എന്ന ആവശ്യമാണ്. കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്ന നല്ല നിലപാട് ജില്ലയിൽ എടുത്തു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി എല്ലാം പരിഗണിക്കുമ്പോൾ UDFന്റെ വിജയത്തിന് വേണ്ടി പരസ്പരമുള്ള നല്ല ധാരണകളാണ് ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് എരുമേലി സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ധാരണയായിട്ടില്ല. ലീഗിന് സീറ്റ് നൽകിയില്ലെങ്കിൽ 13 സീറ്റുകളിൽ കോൺഗ്രസിന് മത്സരിക്കാം. തർക്കങ്ങളില്ലാതെ വേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് UDFന് ആശ്വാസമായി. നമ്മൾ ഏത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ സൗഹൃദപരമായിരുന്നു, സ്പീഡിലായിരുന്നു. കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം പൂർണ്ണമായി ഐക്യജനാധിപത്യ മുന്നണി ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനം അതാത് പഞ്ചായത്തുകളിൽ തുടങ്ങി. സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് നൽകാനാണ് തീരുമാനം. ബ്ലോക്ക് അടിസ്ഥാനത്തിലെ വിഭജനം നിയോജകമണ്ഡല അടിസ്ഥാനത്തിലാണ്. പരമാവധി വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനാണ് UDF നീക്കം. ന്യൂസ് 18 കോട്ടയം. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിലും സഞ്ജു സാംസനെ ഉൾപ്പെടുത്തി. ഏകദിന 2020 പരമ്പരകളിൽ വിശ്രമം നൽകിയ രോഹിതിനെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തി. കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വിരാട് കോഹ്ലി ആദ്യ ടെസ്റ്റിന് ശേഷം നാട്ടിലേക്ക് മടങ്ങും. IPLലെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് സഞ്ജുവിനെ നേരത്തെ 2020 ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മലയാളി താരത്തെ ഏകദിന ടീമിൽ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം വന്നത്. അഡലേഡിലെ ആദ്യ ടെസ്റ്റിന് ശേഷം വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങും. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തണമെന്ന കോഹ്ലിയുടെ ആവശ്യം അംഗീകരിച്ചതായി BCCI അറിയിച്ചു. കോഹ്ലി മടങ്ങിയാൽ ബാക്കി ടെസ്റ്റുകളിൽ രോഹിത് ശർമ്മയാകും ടീമിനെ നയിക്കാൻ സാധ്യത. ഏകദിന 2020 ടീമുകളിൽ നിന്ന് ഒഴിവാക്കി വിശ്രമം അനുഭവിച്ച രോഹിത് ശർമ്മയെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KL രാഹുൽ വിക്കറ്റ് കീപ്പറാകുന്ന 2020 ഏകദിന മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയുടെ മറ്റ് തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. ഫിറ്റ്നസ് തെളിയിച്ചാൽ ഫാസ്റ്റ് ബൗളർ ഇശാന്ത് ശർമ്മയെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തും. തോളിന് പരിക്കേറ്റ സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് പകരം IPLലെ യോർക്കർ വീരൻ നടരാജിനെ 2020 ടീമിൽ ഉൾപ്പെടുത്തി. IPLന്റെ പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ വൃദ്ധിമാൻ സാഹിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും BCCI വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com